ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് അഗ്ലോണിമയുടെയൊക്കെ സെയിൽ വീഡിയോ ആണല്ലോ ഇട്ടിരുന്നത്. അപ്പം ഇപ്രാവശ്യം ഒരു 100 രൂപയിൽ താഴെ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാൻസിൻ്റെ ഒരു വീഡിയോ ആകാമെന്ന് കരുതി. അഗ്ലോണിമകളെ പോലെ തന്നെ ഭംഗിയുള്ള മറ്റു പലതരം പ്ലാന്റുകളുണ്ട്. ഈ കാണുന്ന പ്ലാന്റില്ലേ, ഫേണാണ്, ബേർഡ് നെസ്റ്റ് ഫേണ്. ഞാനിങ്ങനെ ജിഫി സൈസിലെ പ്ലാന്റ് സെയിലിനായിട്ട് വാങ്ങിയവയിൽ നിന്ന് ഒരെണ്ണം ഞാൻ എനിക്കായിട്ട് പ്ലാന്റ് ചെയ്തതാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ്. നമ്മൾ ഇതിലൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇത് വെച്ചാൽ തന്നെ വരുന്നവരൊക്കെ ചോദിക്കും, ഇതേത് പ്ലാന്റാണ്, നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് നമ്മുടെ ലാൻഡ്സ്കേപ്പിലോ അധികം വെയിലില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വെച്ചാൽ പ്രത്യേകിച്ച് വളമോ ഒന്നും തന്നെ ആവശ്യമില്ല. വെച്ചാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. DTDCയും സ്പീഡ് പോസ്റ്റും ത്രൂ ആണ് പ്ലാൻസ് എല്ലാം അയക്കുക. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. കോള് ദയവായിട്ട് അവോയ്ഡ് ചെയ്യണം. എല്ലാ ടൈമും നമുക്ക് കോളൊന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. മെസ്സേജ് ആണെങ്കിൽ എപ്പോഴായാലും നോക്കിയിട്ട് റിപ്ലൈ തരുന്നതാണ്. ഈ സൈസ് പ്ലാന്റ് അല്ല, ഈ സൈസ് പ്ലാന്റ് കൊറിയർ അയക്കാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ചെറിയ ജിഫി സൈസ് പ്ലാന്റ്സ് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇതിലെ എല്ലാ പ്ലാന്റുകളും തന്നെ 100 രൂപയിൽ താഴെയാണ് പ്രൈസ് വരിക. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇതാണ് ജിഫി സൈസ് വരുന്ന പ്ലാന്റ് വരിക. ആ കണ്ട പ്ലാന്റിൻ്റെ ചെറിയ സൈസുകളാണ്. പ്രൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. അടുത്തത് ഈ കാണുന്ന പ്ലാന്റാണ്, ട്രീ ഫേൺ ആണ്. ഇതും ഇതിനു മുമ്പ് ഞാൻ ജിഫിയിലെ ഫേണിൻ്റെ ഒരെണ്ണം വാങ്ങിയതിൻ്റെ ഒരെണ്ണം എനിക്കായിട്ട് നട്ടതാണ്. ഇത്ര നല്ല ഭംഗിയാണ് ഇതും കാണാനും. അപ്പം നമ്മൾ അഗ്ലോണിമ മാത്രമല്ല, കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങുന്ന പ്ലാന്റ്സ് പോലും നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിനെ അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് ഈ മദർ പ്ലാന്റ് പോലുള്ള ഈ പ്ലാന്റുകളെ കാണിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. വീഡിയോയുടെ ദൈർഘ്യം കൂട്ടാനൊന്നുമല്ല. ഇത് കണ്ടാൽ തന്നെ ഇതിൻ്റെ ഭംഗി. ഇതാണ് പ്ലാന്റ് സൈസ് വരിക, ജിഫിയിലെ സൈസ്. മറ്റേ പ്ലാന്റ് കൊറിയർ അയക്കാനൊന്നും പറ്റത്തില്ല, വലിയ പ്ലാന്റ് ആയതാണ്. മരത്തിൻ്റെ കൂട്ടുള്ള പ്രതീതി വരുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് ജിഫി സൈസ് പ്ലാന്റ് വരിക. പിടിച്ചു കിട്ടാനൊന്നും ഒട്ടും തന്നെ പാടില്ല. നമ്മൾ എല്ലാ പ്ലാന്റിനും ഒരു ചെറിയ ശ്രദ്ധ വേണമല്ലോ. ഇതിനെ എവിടെയെങ്കിലും നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ തന്നെ കിളിച്ചു വരത്തില്ല. അത്രയും മാത്രമേ ഉള്ളൂ. വലിയ വിലയില്ലാത്ത പ്ലാന്റ്സ് പോലും നമ്മുടെ വീടും ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം തന്നെ മനോഹരമാക്കാൻ നമുക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇതുവരെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഈ പ്ലാന്റും നാരോ എസ്കേപ്പോ അങ്ങനെ എന്തോ ആണ് ഈ ഫിലോഡെൻഡ്രോണിൻ്റെ പേര് വരിക. ഇതും വലുതായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഈ ഇലകളുടെ സൈഡ് നല്ല വാളിൻ്റെ അറ്റം കണ്ടിട്ടില്ലേ, അതുപോലെ അരികുകൾ വരുന്ന ഇലയാകുന്ന ഒരു പ്ലാന്റാണ്. സ്വേർഡ് എഡ്ജ് അങ്ങനെ എന്തോ കൂടിയാണ് ഇതിന് പേരുണ്ട്. ഫിലോഡെൻഡ്രോൺ ആണ് ഇതും ജിഫി സൈസാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതൊക്കെ ഒരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോടെ നമ്മൾ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതൊക്കെ കുറേ പ്ലാന്റ്സ് വാങ്ങണമെങ്കിൽ പോലും നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും. ഇത്രയും പ്ലാന്റ്സുകളൊക്കെ ആണെങ്കിൽ പിടിച്ചു കിട്ടാനും. പിന്നെ ഫിലോഡെൻഡ്രോണിന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും നമുക്ക് ആ തൈകൾ നമ്മൾ വാങ്ങിയതിൽ കൂടുതൽ പൈസയ്ക്ക് വിൽക്കാനും പറ്റുന്നവയാണ്. അടുത്തത് ഈ കാണുന്ന മൂൺഷൈൻ്റെ പ്ലാന്റാണ്. ഇതും ഫിലോഡെൻഡ്രോണാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഇതും. ഇലകൾക്കൊക്കെ നല്ല വലിപ്പം വെക്കുന്നതാണ് വലുതാകുന്നതനുസരിച്ച് നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കാനും നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. സ്റ്റിക്കൊക്കെ തന്നെ ഇതിൻ്റെ സപ്പോർട്ടിനുള്ളത്. ഇവയെല്ലാം തന്നെ അധികം വളവും കെയറും ഒന്നും വേണ്ടാത്ത പ്ലാന്റുകളാണ്. ആർക്കും വളർത്താം. എപ്പോഴും ശ്രദ്ധിക്കുക, അഗ്ലോണിമയ്ക്കൊക്കെ വരുന്നത് പോലുള്ള ചീയൽ രോഗങ്ങളോ അങ്ങനെയുള്ള രോഗങ്ങളോ ഒന്നും ഇതിനൊന്നും അധികം വരുന്നില്ല. എൻ്റെ ചെറിയ പരിചയത്തിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. വലിയ അറിവുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും. കുറച്ച് നാളത്തെ പരിചയമാണ് എനിക്ക് ഈ പ്ലാന്റ്സൊക്കെ വളർത്തി അതിൽ നിന്നുള്ളതാണ്. അടുത്തത് ഈ കാണുന്നതാണ്, എപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു പ്ലാന്റാണ് റെഡ് ഹാർട്ടിൻ്റെ ഈ സൈസ് പ്ലാന്റ്. അതും വലിയ പ്ലാന്റാണ്. ഈ 90 റുപ്പീസിനൊന്നും ഈ പ്ലാന്റ് കിട്ടത്തില്ല. അത്രയ്ക്കും വലിപ്പം വെച്ച പ്ലാന്റുകളാണ്. ബ്ലാക്ക് കാർഡിനാളും ഉണ്ട് ഫിലോഡെൻഡ്രോൺ. അതിൻ്റെ പ്ലാന്റ് പക്ഷേ ഇതിലും ചെറുതാണ്.
പക്ഷേ ഇത് നേരത്തെ ഞാൻ 120-നും ഒക്കെ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റിൻ്റെ അതേ ഓൾമോസ്റ്റ് സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഈ റെഡ് ഹാർട്ടിൻ്റെ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും 2, 3, 4, 5 പ്ലാന്റൊക്കെ ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് എല്ലാം. കൊറിയർ അയക്കാനും ഇതാരെങ്കിലും വാങ്ങുന്നവർക്ക് കൊറിയർ അയക്കാനോ വാങ്ങാനോ എല്ലാം തന്നെ വളരെ ഈസിയാണ്. അടുത്തത് അലോക്കേഷ്യയാണ്. അലോക്കേഷ്യയുടെ ആമസോണിക്ക, അതിൻ്റെ ജിഫി സൈസ് പ്ലാന്റാണ് വരിക. ഇതെല്ലാം തന്നെ കാണിച്ചവയെല്ലാം തന്നെ ജിഫി സൈസ് പ്ലാന്റുകളാണ്, ജിഫിക്കുള്ളിലുള്ളവയാണ്. പ്രൈസ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തത്. കൊറിയർ ചാർജ് എല്ലാത്തിനും തന്നെ എക്സ്ട്രാ വരും. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഇലകൾ വലുതാവുമ്പോൾ പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം വീഡിയോയും ദൈർഘ്യം കൂടുമല്ലോ. സൈസ് കാണാൻ വേണ്ടിയാണ് കൂടുതൽ സമയം എടുത്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും എല്ലാവരും വീഡിയോ കണ്ടിട്ട് വീണ്ടും വീണ്ടും ഫോട്ടോ എടുത്തയക്കുമോ എന്ന് ചോദിക്കും. ഞാനിവിടെ പ്ലാന്റ്സ് എല്ലാം ഒരു സ്ഥലത്താണ്, പല സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെയും വീഡിയോയും ഫോട്ടോ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അടുത്തത് ഇത് ബ്ലാക്ക് കർഡിനാലിൻ്റെ ജിഫി സൈസ് പ്ലാന്റാണ്. ഈ വിലയിലൊന്നും ബ്ലാക്ക് കർഡിനാലൊന്നും എവിടെയും കിട്ടത്തില്ല, അത്ര വിലക്കുറവാണ് ഈ പ്ലാന്റിനെല്ലാം. കളറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ ഡാർക്ക് കളറൊക്കെ ആകേണ്ടതാണ്. ബ്ലാക്ക് കർഡിനാലിൻ്റെ ഈ സൈസ് പ്ലാന്റാണ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം തന്നെ കണ്ടാലറിയാം ഹെൽത്തി ജിഫി സൈസ് ആണെന്നേ ഉള്ളൂ, ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം തന്നെ. നമ്മളൊരു നല്ല ചെറിയ പോട്ടിലോട്ട്, വലിയ പോട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് വലിയ പോട്ടിൽ നടേണ്ട ആവശ്യമില്ല. ഇതിന് സൈസിലുള്ള ഒരു പോട്ടിലോട്ട് നട്ടാൽ മാത്രം മതി. അടുത്തത് ബാമ്പിനോയാണ്. അലോക്കേഷ്യ ബാമ്പിനോ നാരോ, അതിൻ്റെയും ജിഫി സൈസ് പ്ലാന്റാണ്. ഈ ജിഫി സൈസിലുള്ളതിൽ സൈസ് കുറച്ച് ചെറിയ പ്ലാന്റ് ആയിട്ടുള്ളത് ഈ ബാമ്പിനോയുടെ പ്ലാന്റാണ്. ബാക്കിയെല്ലാം തന്നെ സൈസ് തീരെ ചെറുതല്ല. എല്ലാ പ്രാവശ്യവും വീണ്ടും വീണ്ടും ഫോട്ടോ എടുത്തിടുമോ, തരുന്ന പ്ലാന്റിൻ്റെ ഫോട്ടോ എടുത്തിടുമോ എന്ന് ചോദിക്കുക. അതിനാണ് ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. ഒന്നും നെറ്റ് ബോട്ടല്ല, ജിഫിയിൽ തന്നെ ഉള്ള പ്ലാന്റ്സുകളാണ്. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അടുത്തത് ഇത് റെഡ് ബ്യൂട്ടിയുടെ ജിഫിയിലുള്ള പ്ലാന്റാണ്. അധികം ഇലകളൊന്നുമില്ല, 2-3 ഇലകളേ ഉള്ളൂ. ലൈറ്റായിട്ട് കളർ ആയിട്ടുള്ള പ്ലാന്റാണ്. പിങ്ക് കളറാണ് ഇപ്പോൾ ഉള്ളത് റെഡ് ബ്യൂട്ടിയുടെ ഈ സൈസ് പ്ലാന്റ്. നേരത്തെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഓരോ പ്ലാന്റ്സും കാണിച്ചു പോകും. അതുകൊണ്ടാണോ എല്ലാവരും വീണ്ടും വീണ്ടും ഫോട്ടോ എടുത്തിടുമോ വീഡിയോ ഇടുമോ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം കൂടുതൽ സമയം ഈ പ്ലാന്റ്സ് ജിഫി സൈസിലെ പ്ലാന്റ്സ് കാണിക്കുന്നത്. അടുത്തത് ഈ സൺറെഡ് എന്ന ഐഡിയയിലുള്ള ഈ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള കളറൊക്കെ വരുന്നതാണ്. ഇതിൻ്റെ ഐഡി എനിക്ക് അത്ര ഓർമ്മയില്ല, മറന്നുപോയി. ഇത് 2 പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ അങ്ങനെയും വരും. അത് 2 പ്ലാന്റ് ഒന്നിച്ച് വെച്ചിരുന്നതാണ്. ഇനിയും കുറച്ച് സിങ്കോണിയം നോക്കാം. സിങ്കോണിയം, ഈ കാണുന്ന സിങ്കോണിയം നല്ല പിങ്ക് കളറുള്ള സിങ്കോണിയമാണ്. വലുതാകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതും ജിഫിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ സിങ്കോണിയമാണ് അടുത്തത്. ഇതെല്ലാം ജിഫിയിൽ ചകിരിച്ചോറിൽ ഇറക്കി വെച്ചിരിക്കുന്നതാണ്. കുറേ പ്ലാന്റ്സ് ഒന്നിച്ചാണ്, ഒറ്റ പ്ലാന്റ് അല്ല ഇത്, കുറേ ജിഫിയിലെ പ്ലാന്റ്സ്. ഇത് ബെർക്കിൻ എല്ലാവർക്കും അറിയാമല്ലോ, ബെർക്കിൻ്റെ ഈ പ്ലാന്റും. ഇതും ബെർക്കിൻ ഒരു പ്ലാന്റ് അല്ല, കുറേ പ്ലാന്റ്സ് ഒന്നിച്ചൊരു പോട്ടിൽ വെച്ചിരിക്കുന്നതാണ്. അടുത്തത് ഇതും പെട്ടെന്ന് ബുഷിയായി വരുന്ന ഒരു ഫിലോഡെൻഡ്രോണാണ്. ഈ പോട്ടിലും 3 പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്, 3 നിലവിൽ ഈ പോട്ടിലുള്ളത്. അതിലൊരു പ്ലാന്റിൻ്റെ പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. ജിഫിയിലെ പ്ലാന്റ്സ് നമ്മൾ ഓരോ ജിഫിയും നടാൻ ഒത്തിരി സ്പേസ് വേണ്ട. എൻ്റെ കയ്യിൽ ആ ട്രേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ മെത്തേഡാണ് ഇതിങ്ങനെ ചകിരിച്ചോറിനകത്ത് ഇങ്ങനെ ഇറക്കി വെക്കുക, ഹാങ്ങിങ് പോട്ടിലൊക്കെ. ഈ ഫിലോഡെൻഡ്രോണും ഈ സിങ്കോണിയും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. നല്ല ബ്രോൺസ് കളർ വരുന്നതാണ്. മിനി പിക്സി എന്ന് പറഞ്ഞ ഐഡിയയിൽ വന്നതാണ്. ഇതും മിനിയേച്ചർ ടൈപ്പാണെന്ന് തോന്നുന്നു. ജിഫിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ സൈസ് അറിയത്തില്ല. വീഡിയോ എടുക്കുമ്പോൾ ഇവക്കും വീഡിയോയിലൊക്കെ വരണം, അതിന് വന്ന് നിൽക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇത്രയുമാണ് പ്ലാൻസ് ഉള്ളത്. സീ യു അഗൈൻ.